അനുദിന വിശുദ്ധർ ഏപ്രിൽ 2 പൗലായിലെ വിശുദ്ധ ഫ്രാൻസിസ്. 1416 പൗല എന്ന നഗരത്തിൽ ഭക്തരും ദരിദ്രരുമായ മാതാപിതാക്കന്മാരിൽ നിന്ന് ഫ്രാൻസിസ് ഭൂജാതനായി. മകൻ ഫ്രാൻസിസ് അസീസിയെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച മാതാപിതാക്കന്മാർ അവനെ ഒരു ഫ്രാൻസിസ്കൻ സ്കൂളിലേക്കാണ് പഠിക്കാൻ അയച്ചത്. അവിടുത്തെ സന്യാസികളെക്കാൾ കൂടുതൽ പ്രായശ്ചിത്തവും ഏകാന്തതയും ഈ ബാലൻ അനുഷ്ഠിച്ചിരുന്നു. 1454 ഫ്രാൻസിസ് ഒരാശ്രമം പണിയിച്ചു. അങ്ങനെ ഏറ്റവും എളിയവരുടെ സഭ സ്ഥാപിതമായി. ഒരു പലകയായിരുന്നു അദ്ദേഹത്തിന്റെ ശയ്യ, ഒരു പാറക്കല്ല് തലയണയും. പുതിയ സഭയുടെ നിയമസംഹിതയിൽ പ്രായശ്ചിത്തത്തിനും പരസ്നേഹത്തിനും എളിമയ്ക്കും ഫ്രാൻസിസ് മുൻതൂക്കം നൽകി. ഫ്രാൻസിസ് തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ 3 മാസം പരിപൂർണ ഏകാന്തതയിൽ മരണത്തിനൊരുങ്ങി നിത്യത്വത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിഞ്ഞു. അവസാനം 91-ാമത്തെ വയസ്സിൽ 1508 ഏപ്രിൽ 2-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച കർത്താവെ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഭാഗ്യമരണം പ്രാപിച്ചു.